കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഭഗവാൻ ഏത് രൂപത്തിലാണ് ഭക്തരെ കാണാനായിട്ട് നിൽക്കുന്നതെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജയും ഒക്കെ ആയിരുന്നു, നല്ല തിരക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ വന്നൊന്ന് പ്രദക്ഷിണം ചെയ്ത്, അപ്പോൾ ആ പ്രദക്ഷിണം ചെയ്യുമ്പോൾ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. അതിനുശേഷം നമ്മൾ നേരെ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും മുകളിലേക്ക് നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി കയറുമ്പോൾ ഇടതേ വശത്തെ മേൽപ്പത്തൂരിൻ്റെ ആ പീഠവും അതേപോലെ ആ കിടാവിളക്കൊക്കെ കാണാം. അതിനുശേഷം നമ്മൾ നേരെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ഉണ്ണിയുടെ 2 കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നല്ലൊരു പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അരയിൽ അരമണി ചാർത്തിയിട്ടുണ്ട്, കിങ്ങിണി ചാർത്തിയിട്ടുണ്ട്. കിങ്ങിണിയുടെ നൂലുകളൊക്കെ ഇങ്ങനെ താഴത്തേക്ക് കിടക്കുന്നുണ്ട്. നല്ലൊരു പൊടുന്നതിനുള്ളൊരു ഉണ്ണി കേട്ടോ. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ മാറത്ത് ഒരു വളയം പോലത്തെ മാല, ഒരു മാങ്ങാമാല, ഒരു പതക്കം പോലത്തെ മാല അങ്ങനെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. വലത്തെ കയ്യിൽ വെണ്ണൂറിലാണ്, ഇടത്തെ കയ്യിൽ പൊന്നോടക്കോലും ഉണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ മുഖത്ത് നല്ല പുഞ്ചിരിയാണ്. കാരണം എന്താ വെച്ചാൽ വെണ്ണൂറിലുണ്ട്, തൻ്റെ പൊന്നോടക്കോലും കയ്യിലുണ്ട്. അപ്പോൾ ആ ഒരു ചിരിയാണ്. അങ്ങനെ തിരുനെറ്റിയിലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കൾക്ക് പകരം ഇതേപോലെ 2 ഗോപീതിലകങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ കളഭം കൊണ്ട് തന്നെ 2-3 പീലി ചാർത്തിയിട്ടുണ്ട്. അതും വളരെ രസമായിട്ടുള്ള കാഴ്ച. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പിന്നെ തിരുമുടിമാലകൾ 2 എണ്ണം. വെളുത്ത പൂവിനാണ് പ്രാധാന്യം. വെളുത്ത പൂവും തെച്ചിയും അതേപോലെ തന്നെയാണ്. ഒന്ന് വെളുത്ത പൂവ് മാത്രവും പിന്നെ ഒന്ന് വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ളത്. പിന്നെ ഉണ്ടമാല ഒരു ഉണ്ടമാലയാണ്. അത് എങ്ങനെയാ വെച്ചാൽ തെച്ചിയും തുളസിയും, തെച്ചി കൂടുതലും തുളസി കുറച്ചുമായിട്ട്, അങ്ങനെ നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണ്, ഭഗവാനെ നോക്കി തൊഴുകയാണെന്നങ്ങനെ വിചാരിക്കുക. എല്ലാവരും മനസ്സുകൊണ്ട് ഭഗവാനെ കണ്ട് തൊഴുതോളൂ. ആ ഭഗവാൻ നമ്മളെ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മളെ അനുഗ്രഹിക്കും. കാരണം നമ്മളെ മനസ്സ് അവിടെ എത്തിയാൽ മതി. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, തൊഴുത് പ്രാർത്ഥിച്ചോളും. അത് കഴിഞ്ഞ് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയും ചുവരിൻ്റെ മുകളിലെ ചെറിയ ആനിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ വന്ന് സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശനെ കണ്ട് തൊഴാനായിട്ട് ഗണേശൻ്റെ അടുത്തേക്ക് വരിക. അങ്ങനെ ഗണേശനെ കാണുക, പ്രാർത്ഥിക്കുക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറിയിക്ക് നോക്കുക. സരസ്വതി ദേവീനെ കാണുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കാണാം. ഒന്ന് തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിൽ അവിടെ നിന്ന് അർച്ചനപ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് നമ്മൾ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ അനന്തപത്മനാഭനെയൊക്കെ കണ്ട് തൊഴാം. അതിനുശേഷം അങ്ങനെ വന്ന് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം, കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നേരെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ കണ്ട് ആ മുരുകനെയും കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ.
ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് പിന്നെ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നമ്മൾ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് ആ താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് നമ്മൾ കൊടിമരത്തിൻ്റെ അവിടേക്ക് മേലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ നേരെ മണിക്കിണറും ഭഗവാന്റെ നൃത്തറിയും ആ കടാവിളക്കൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ അങ്ങനെ കണ്ട് അങ്ങനെ തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അതിനുശേഷം എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് ഇങ്ങനെ വരാം. അങ്ങനെ വന്ന അമ്മയെ കാണുമ്പോൾ അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയ തിരിഞ്ഞ് നിൽക്കുക. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുക. അപ്പോൾ അവിടുത്തെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അത് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ നിന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ വെണ്ണക്കണ്ണനെ കണ്ട് തൊഴാം. നമസ്കരിച്ച് പിന്നെ കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അങ്ങനെ അയ്യപ്പസ്വാമിയെ കാണാനായിട്ട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ തൊഴുത് പ്രദക്ഷിണം ചെയ്ത് അങ്ങനെ വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അങ്ങനെ ആ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ നാരായണാലയത്തിലേക്ക് വരിക. ആലയത്തിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ കയറുന്ന വശത്ത് തന്നെ ഇടത് വശത്ത് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം. അതിനുശേഷം നമ്മൾ വേഗം നേരെ ഭഗവതി നടയിലും അതേപോലെ കിഴക്കേ നടയിൽ വന്നിട്ട് വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ഒന്നുകൂടി തൊഴാം. അപ്പോൾ ആ വെണ്ണക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതി ദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും വേണ്ടി അവരവരുടെ കാര്യങ്ങളൊക്കെ നേടാൻ വേണ്ടി നമുക്ക് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. കൃഷ്ണ.